ഏത് കെട്ടകാലത്തും ഒരു പ്രതീക്ഷയുടെ കിരണം ബാക്കി ഉണ്ടാവും എന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കുന്നതാണ് വിശ്വാസ് കുമാറിന്റെ ഈ തിരിച്ചുവരവ് എന്ന് തോന്നുന്നു. ഓടിയാണ്, ജീവിതത്തിലേക്ക് ഓടി കയറുകയായിരുന്നു വിശ്വാസ് കുമാർ. ആ 11A എന്ന സീറ്റ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുപോയി. വിശ്വാസ് കുമാറിനെ പ്രധാനമന്ത്രി കാണുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എന്തൊരു ജീവിതം, എന്തൊരു രക്ഷപ്പെടൽ. ഒരുപക്ഷെ ലോകത്ത് ഇതുപോലെ ഒരു അതിജീവനം ഉണ്ടായി കാണുമോ? അതിജീവനം സംബന്ധിക്കുന്ന മനുഷ്യരുടെ എല്ലാ പ്രതീക്ഷകളെയും ഊട്ടിയുറപ്പിക്കുന്നു 242 പേരിൽ ബാക്കിയായ ഒരേ ഒരു വിശ്വാസ് കുമാർ രമേശ്. ഈ ആമസോൺ കാടുകളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയുള്ള വലിയ മഹാദൗത്യങ്ങൾ, തിരച്ചിലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അതിജീവനത്തിന്റെ മറ്റൊരു പതിപ്പാണെങ്കിൽ ഇത് അത്ഭുതകരമായ ഒരു നിമിഷം കൊണ്ട് 242 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന ദുരന്തത്തിലാണ് വിശ്വാസ് കുമാർ എന്ന ഒരേ ഒരാൾ, ഒരു യാത്രക്കാരൻ, അദ്ദേഹത്തിന്റെ ജീവൻ കയ്യിൽ വാരി പിടിച്ചുകൊണ്ട് അദ്ദേഹം ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരികയാണ്. ഗൗരവതരമായ, അതീവ ഗുരുതരമായ പരിക്കുകൾ ഇല്ല എന്ന് ഇന്നലെ തന്നെ ആശുപത്രിയിൽ നിന്ന് വ്യക്തമാക്കിയതാണ്. അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. വിശ്വാസ് കുമാറിനൊപ്പം വിശ്വാസ് കുമാറിന്റെ സഹോദരനും ഉണ്ടായിരുന്നു. സഹോദരൻ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു. വിശ്വാസ് കുമാർ മാത്രമാണ് ജീവനിലേക്ക് തിരിച്ചു വന്നത്. വിശ്വാസ് കുമാർ ഇരുന്ന സീറ്റിന് സമീപത്തായിരുന്നു എമർജൻസി എക്സിറ്റ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അത് തുറന്ന് അതിലൂടെ പുറത്തേക്ക് തെറിച്ചു എന്ന തരത്തിലാണ് ഇതുവരെയും വന്ന വിവരങ്ങളിലെല്ലാം ഉള്ളത്. ഏതോ ഒരു ഭാഗ്യം, ഏതോ ഒരു ഭാഗ്യ സമയമായിരുന്നു അദ്ദേഹത്തിന് എന്ന് പറയാം. ഇപ്പോൾ ഭാഗ്യത്തിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ടാകാം, സമയത്തിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ടാകും, ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ടാകും. പക്ഷേ ഇതെല്ലാം ഒരു വല്ലാത്ത വിശ്വാസവും അത്ഭുതവും ഒക്കെ ചേർന്ന ഒന്നാണ് വിശ്വാസ് കുമാറിന്റെ ഈ രക്ഷപ്പെടൽ. ആ രക്ഷപ്പെടലിൽ നമുക്കെല്ലാവർക്കും, ലോകത്തിനാകെ വലിയ ആശ്വാസം ഉണ്ട്. എന്താണ് സംഭവിച്ചത്, വിമാനത്തിനുള്ളിൽ ഈ അപകട സമയത്തെ സ്ഥിതി എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വിശ്വാസ് കുമാറിലൂടെ വേണം വരാൻ. അത്തരം കാര്യങ്ങളായിരിക്കാം പ്രധാനമന്ത്രി ആരായുന്നത്.